ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് പായസമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ തോല് കളഞ്ഞ ചെറുപയർ എടുത്തിട്ടുണ്ട്. ഈ ചെറുപയർ നമ്മൾ വാഷ് ചെയ്യാതെ ആദ്യം ഒന്ന് വറുത്തെടുക്കും. വറുത്തതിന് ശേഷം അത് നല്ലതുപോലെ തണുത്തിട്ടാണ് നല്ലതുപോലെ അത് വാഷ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചൗരി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ലിറ്റർ വെള്ളത്തിൽ 2 ഉണ്ട ശർക്കര നല്ല തിക്കായിട്ട് കാച്ചിയെടുത്ത് നല്ലതുപോലെ 2-3 പ്രാവശ്യം ഞാനിത് അരിച്ചെടുത്ത് വെച്ചതാണ്. ചായയുടെ അരിപ്പിൽ തന്നെ നമ്മളിത് അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ചെറിയ ഇഴയുള്ള അരിപ്പിൽ നമ്മളിത് അരിച്ചെടുക്കുമ്പോഴേക്ക് അതിലുള്ള അഴുക്കെല്ലാം മാറിക്കിട്ടും. അത് ഏകദേശം ഇവിടെ 1/2 ലിറ്ററോളം ഉണ്ട്. ഫ്രൈ ചെയ്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നെയ്യ് എടുത്തിട്ടുണ്ട്. ഏകദേശം 1/4 കപ്പ് കൊപ്ര ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 കപ്പോളം കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാഷ്നട്ട് കുറച്ച് കൂടുതലാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന് നട്ട്സ് കുറച്ച് കൂടുതൽ വേണം പായസത്തിൽ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. പിന്നെ ഏകദേശം 1/4 കപ്പ് റൈസിൻസ്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1.5 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ചുക്കുപൊടി. തേങ്ങയുടെ 1-ാം പാല് ഏകദേശം 1/4 ലിറ്റർ വേണം. തേങ്ങയുടെ 2-ാം പാല് ഏകദേശം 1.5 ലിറ്റർ വേണം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോഴേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ചെറുപയറിലിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം. ഇത് വറുത്തതിന് ശേഷം മാത്രമാണ് ഇത് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കേണ്ടത്. ചെറുതായിട്ട് ഇതിൻ്റെ കളർ മാറുമ്പോഴേക്ക് നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റിയിട്ട് തണുത്തിട്ടാണ് ഇത് വാഷ് ചെയ്തെടുക്കുന്നത്. ഇതിവിടെ കളർ മാറി വരുന്നുണ്ട്. ഇത് നമ്മൾ ഒരെണ്ണം എടുത്ത് കടിച്ചു കഴിഞ്ഞാൽ പൊട്ടുന്നതാണ് അതിൻ്റെ പരുവം. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കാം. ഇനി ഈ ഉരുളിയിലേക്ക് ഏകദേശം 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്രയാണോ പരിപ്പെടുക്കുന്നത് അതിൻ്റെ 3 ഇരട്ടി വെള്ളം എടുക്കണം. ഈ വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ഈ ചെറുപയർ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പരിപ്പ് ഇതിൽ കിടന്ന് വെന്ത് ഈ വെള്ളം മുഴുവൻ വറ്റണം. ഈ പരിപ്പ് വെന്ത് പകുതി ആവുമ്പോഴേക്ക് നമ്മൾ ചൗരി കഴുകിയത് ഊറ്റിയെടുത്തത് ഇതിലേക്കിട്ട് ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പരിപ്പ് ഇവിടെ പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ചൗരിയും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. പയറും ചൗരി ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ എത്രയാണോ ചെറുപയർ പരിപ്പെടുക്കുന്നത് അതിൻ്റെ 3 ഇരട്ടി വെള്ളം വേണം അത് വേകാനായിട്ട്. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇത് നെയ്യുമായിട്ട് നല്ലതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഈ ശർക്കര പാനിയിൽ കിടന്ന് വറ്റി വരണം. നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ വെള്ള ശർക്കര ഉപയോഗിക്കരുത്. വെള്ള ശർക്കര ഉപയോഗിക്കുമ്പോൾ പായസത്തിന് അത്ര കളർ കിട്ടത്തില്ല. ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് ഈ ശർക്കര പാനിയും ഇതിൽ കിടന്ന് വറ്റണം. പയറിവിടെ ശർക്കര പാനിയിൽ കിടന്ന് നല്ലതുപോലെ യോജിച്ച് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാലിലേക്ക് ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും ചേർത്ത് ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത ആദ്യത്തെ പാലിനാണ് 1-ാം പാലെന്ന് പറയുന്നത്. അത് രണ്ടാമത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ് 2-ാം പാല്.
അപ്പോൾ ഒന്നാം പാൽ എപ്പോഴും നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. രണ്ടാം പാൽ ചേർത്ത് ഇത് നല്ലതുപോലെ ശർക്കരയും രണ്ടാം പാലും പയറും ഒക്കെ നല്ലതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചുടൻ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഉരുളിയിൽ ഇരുന്ന് തന്നെ നല്ല പരുവത്തിലാവണം. ഇനി നമുക്കിതിലേക്ക് കൊപ്രയും കാഷ്നട്ടും കിസ്മിസും നെയ്യിൽ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു ഇരുമ്പുചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊപ്ര ഇട്ട് വറുത്തെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കേണ്ടത്. നല്ല മൂക്കുന്നത് വരെ ഇത് വറുത്തെടുക്കണം. കൊപ്ര ഇവിടെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്നട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്ക് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. കാഷ്നട്ട് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ നെയ്യിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കിസ്മിസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കിസ്മിസ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചാണ് ഇത് 3ഉം വറുത്തെടുത്തിരിക്കുന്നത്. ഇനിയും നെയ്യ് അതിൽ കുറച്ച് മിച്ചം കണ്ടോ? ഈ നെയ്യ് നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഈ കിസ്മിസ് നമുക്കിതിൽ നിന്ന് മാറ്റിയിട്ട് ആ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉരുളി ആയതുകൊണ്ടും നല്ല ചൂടായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തതാണ്. ഇനി കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്ത നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊപ്രയും കാഷ്നട്ടും കിസ്മിസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 മണിക്കൂർ ഈ ഉരുളിയിൽ തന്നെ ഇരുന്ന് പാകമായ ശേഷം കഴിക്കാൻ എടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ചെറുപയർ പരിപ്പ് പായസം ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.